നമ്മുടെ വണ്ടികൾക്കുണ്ടാകുന്ന സ്ക്രാച്ചസ് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഈ രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാം എന്ന് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എൻ്റെ വണ്ടിക്ക് സംഭവിച്ച ഒരു സ്ക്രാച്ചസ് ആണ് ഇത്. നോക്കുക, നമ്മൾ ഒരു മതിലിന് പോയി ഉരഞ്ഞതാണ് ഈ വണ്ടി. അപ്പോൾ എവിടെയാണോ ഉരയുന്നത് ആ കളറാണ് ഇവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്, റെഡ് കളറായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതെങ്ങനെ ക്ലീൻ ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുക്കുന്നത് ടൂത്ത് പേസ്റ്റാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ രീതിയിലുള്ള ഒരു സ്ക്രബ്ബർ കൂടി വേണം. ഒരിക്കലും മെറ്റലൊന്നും എടുക്കരുത്. നമുക്ക് ക്ലോത്ത് ടൈപ്പുള്ള സ്ക്രബ്ബേഴ്സ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമ്മൾക്ക് ഈ ടൂത്ത് പേസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ വണ്ടി എവിടെയെങ്കിലും പോയി ഉരയുമ്പോൾ തട്ടുമ്പോൾ ഈ രീതിയിലുള്ള കളറ് നമ്മൾ എവിടെ പോയാണോ ഉരയുന്നത് ആ ഭാഗത്തുള്ള കളറ് നമ്മുടെ വണ്ടിയിൽ തട്ടിയ ഭാഗങ്ങളിൽ ഈ രീതിയിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഇവിടെ ഇപ്പം റെഡ് ഒരു മതിലിന് പോയി ഉരഞ്ഞതാണ് വണ്ടി ടാറ്റ നാനോ ആണ്. ടാറ്റ നാനോയ്ക്ക് മിക്കവാറും ഫ്രണ്ടും ബാക്കും മുമ്പിൽ എന്തായാലും ഉരയാത്ത ഒരു വണ്ടി നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ വണ്ടി ഏത് കാറോ ബൈക്കോ ഏതാണെങ്കിലും നമ്മൾക്ക് ഈ രീതിയിൽ നമുക്ക് സ്ക്രാച്ചസ് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡിൽ നിന്നാണ് ഞാനിത് അപ്ലൈ ചെയ്ത് ക്ലീൻ ചെയ്തുകൊണ്ട് വരുന്നത്. നിങ്ങൾ അല്പാൽപമായിട്ട് നിങ്ങൾ എടുക്കുക, അതിനുശേഷം അപ്ലൈ ചെയ്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുക. നമുക്ക് ഒരു സൈഡിൽ നിന്ന് ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അധികം വെള്ളം അപ്ലൈ ചെയ്യരുത്. നമ്മൾ ഈ ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന സ്ക്രബ്ബർ ലൈറ്റായിട്ടൊന്ന് നനച്ചതിന് ശേഷം അതിൽ ടൂത്ത് പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ആദ്യം തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. ഇപ്പോൾ നോക്കുക, ഒരു നല്ല മാറ്റം വരുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്ക്രാച്ചസ് റിമൂവ് ആകത്തില്ല. നമ്മൾ എവിടെ പോയാണോ ഉരയ്ക്കുന്നത്, വണ്ടി എവിടെ പോയാണോ ഉരഞ്ഞിരിക്കുന്നത് ആ ഉരഞ്ഞ ഭാഗത്ത് പറ്റിയിരിക്കുന്ന, ഇപ്പം ഇത് റെഡ് കളറാണ് ഇതിൽ വന്ന് ഉരഞ്ഞിരിക്കുന്നത്, ഇതൊരു മതിലിന് പോയി ഉരഞ്ഞതാണ്. അപ്പോൾ അതാണ് റിമൂവ് ആകുന്നത്. നമ്മൾക്ക് ഈ രീതിയിൽ ഒരിക്കലും വണ്ടിയിൽ പറ്റിയിരിക്കുന്ന സ്ക്രാച്ചസ് നമ്മൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഈ രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ പോയി ഉരയുമ്പോൾ സ്ക്രാച്ചസ് ഉണ്ടായ ഭാഗത്ത് പറ്റിയിരിക്കുന്ന കളറുകൾ അത് റിമൂവ് ആകുകയും, അതേപോലെ തന്നെ ഈ സ്ക്രാച്ച് വന്നിരിക്കുന്ന ഭാഗങ്ങളിൽ ആ ഉരഞ്ഞിരിക്കുന്ന അതിൽ പൊടികളൊക്കെ കയറി, അതേപോലെ തന്നെ മറ്റുള്ള അഴുക്കൊക്കെ കയറി ആ സ്ക്രാച്ചസ് നല്ല രീതിയിൽ തെളിഞ്ഞ് കാണും. ഇപ്പോഴിത് മതിലിന് ഉരഞ്ഞ കാരണമാണ് ഇതിൽ റെഡ് കളറായിട്ട് വരുന്നത്. മറ്റുള്ള ഏതെങ്കിലുമൊക്കെ വണ്ടി തമ്മിൽ ഉരയുവാണെങ്കിൽ ആദ്യത്തെ ദിവസം ആ ഉരഞ്ഞ പാട് വലിയ കുഴപ്പമുണ്ടായിരിക്കത്തില്ല. പിന്നീട് അത് തെളിഞ്ഞ് വരും, ആ വിടവിൽ അഴുക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ കയറിയിരുന്ന്. അപ്പോൾ ഈ രീതിയിൽ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്ക്രാച്ചസ് ഒരിക്കലും റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എത്ര കഴുകിയാലും ആ സ്ക്രാച്ചസ് അവിടെ ഉണ്ടാവും. ഇപ്പോൾ കണ്ടോ, നമുക്ക് ആ ഭാഗം നല്ല രീതിയിൽ ക്ലിയറായി വന്നിട്ടുണ്ട്. പഴയ ഒരു രീതിയിൽ നോക്കുമ്പം പഴയ ഒരു ഭയങ്കരമായിട്ട് സ്ക്രാച്ച് ആയ രീതിയിലോട്ട് നമുക്ക് കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുക, സ്ക്രാച്ചസ് മൊത്തമായിട്ട് പോകുന്ന രീതിയിലോട്ട് കാണുന്നുണ്ട്. അപ്പോൾ നല്ല വെള്ളം കുറവ് ഉപയോഗിച്ച് നല്ല അമർത്തി തന്നെ തേക്കണം. എടുക്കുന്ന സ്ക്രബ്ബർ അധികം ഹാർഡായിരിക്കാൻ പാടില്ല. ഇപ്പം സ്ക്രാച്ചല്ല, അവിടെ പറ്റിയിരുന്ന പെയിൻറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. നമ്മൾക്ക് ഈ രീതിയിൽ എല്ലാ ഭാഗങ്ങളിലും ചെറിയ ഭാഗങ്ങളിലുള്ള സ്ക്രാച്ചസ്, പിന്നെയും സ്ക്രാച്ചസ് എന്ന് പറയാണ്, അതിൽ പറ്റിയിരിക്കുന്ന അഴുക്കുകളൊക്കെ നമ്മൾക്ക് ഒന്ന് ഈ രീതിയിൽ കഴുകി കളയുമ്പോഴേക്കും നമുക്ക് പെട്ടെന്നൊരു ശ്രദ്ധയിൽപ്പെടത്തില്ല ആ ഭാഗം. നല്ലൊരു ക്ലീനായിട്ട് നമുക്ക് അവിടെ എന്തെങ്കിലും ഓട്ടുണ്ടോ എന്ന് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഞാനിത് പൂർണ്ണമായിട്ടും കഴുകിയിട്ടുണ്ട്. ഇത് നോക്കുക, ഇപ്പം ആദ്യത്തെ പോലെയല്ല, മൊത്തത്തിൽ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടികളിലുണ്ടാകുന്ന സ്ക്രാച്ചസ് നമ്മൾക്ക് കഴുകി ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഒരിക്കലും നമ്മൾക്ക് അവിടെ ഡെപ്തായിട്ട് വന്നിട്ടുള്ള ഒരു പെയിൻറ്റ് പോയിട്ടുള്ള ഭാഗം നമ്മൾക്ക്
പേസ്റ്റോ അല്ലെങ്കിൽ കടകളിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇതേപോലുള്ള കോമ്പൗണ്ടുകളൊക്കെ കിട്ടും. അതുപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മൾ കാണാവുന്നതാണ്, ആദ്യം കണ്ടതിനേക്കാൾ നല്ല വൃത്തിയായിട്ടുണ്ട്. ഇപ്പോഴും ആ പെയിൻറ്റ് പോയി അതിൻ്റെ ഉള്ളിലെ പുട്ടിയും മെറ്റലടക്കം കാണുന്നുണ്ട്. ഈ രീതിയിലേ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുക. നിങ്ങൾ ഏതെങ്കിലും റബ്ബിംഗ് കോമ്പൗണ്ട് വാങ്ങിച്ചാലും നിങ്ങൾക്ക് ഈ രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴും ഞാൻ ഇത് മൊത്തമായിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ആയിട്ടുണ്ട്. എന്നാലും സ്ക്രാച്ചസ് കണ്ടോ, മെറ്റലും പുട്ടി അടക്കം കാണുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ നമ്മൾക്ക് എങ്ങനെ പുട്ടിയിടാം, ചെറിയ രീതിയിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ, അതേപോലെ തന്നെ ഈ വണ്ടിയുടെ അതേ കളറുള്ള ബോട്ടിലിലെ പെയിൻറ്റ് നമ്മൾക്ക് കിട്ടും, അത് വാങ്ങി നമുക്ക് അടിക്കാം എന്നൊക്കെ നോക്കാം അടുത്തൊരു വീഡിയോയിൽ.